ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇന്ന് ശ്രീകൃഷ്ണ ജന്മാഷ്ടമി. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഏകദേശം ഒരു 5 കിലോമീറ്റർ ദൂരമുള്ള കേരളാധീശ്വരപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ രാവിലെ ഒരു യാത്ര. ഞാനും അമ്മയും ഭാര്യയും മക്കളും ഒക്കെ ചേർന്നുള്ള ഒരു യാത്ര. നല്ല തിരക്കാണ്. അപ്പോൾ അവിടെ അമ്പലത്തിൽ കയറുമ്പോൾ തന്നെ പറയുന്നുണ്ട്, ഓണത്തിന് പോലും ഇത്ര തിരക്കുണ്ടാവാറില്ല. അപ്പോൾ ഇവിടെ ഇത്ര തിരക്കുണ്ടെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിൽ എന്തായിരിക്കും തിരക്ക്? അപ്പോൾ ഏതായാലും തിരക്കുണ്ടാവട്ടെ. അപ്പോൾ ഇതൊരു ജീർണാവസ്ഥയിലൊക്കെ ഉള്ളൊരു അമ്പലമാണ്. ഇപ്പോൾ കുറേ മെച്ചപ്പെട്ട് എല്ലാവരും കൂടി അത് കാര്യമായിട്ട് നിലനിർത്തി കൊണ്ടുപോരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ഏകദേശം എത്ര വർഷം പഴക്കമുണ്ട് എന്നൊന്നും എനിക്കറിയില്ല. ഏതായാലും ഞാൻ ചെറുപ്പം മുതൽ ഇവിടെ പോകാറുള്ളതാണ്. മിക്കവാറും വിശേഷ ദിവസങ്ങളിലൊക്കെ അവിടെ പോകാറുണ്ട്. പിന്നെ ഇതിനെ പറ്റിയുള്ള കൂടുതൽ വിശേഷങ്ങളും വിവരങ്ങളും ഒക്കെ അറിയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ഇതിന് എത്ര വർഷം പഴക്കമുണ്ട് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഏതായാലും നല്ല ഒരു പഴയ മതിൽക്കെട്ടോട് കൂടിയിട്ട് നല്ല രീതിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരമ്പലം. അപ്പോൾ ശ്രീകൃഷ്ണനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. പിന്നെ ഇവിടുത്തെ പാൽപ്പായസം, അത് മൈത്രിക്കൈ വണ്ണ, അങ്ങനെയുള്ള വഴിപാടുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും ഇത് സ്ഥലം വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, താനൂരിൽ നിന്നും തിരൂരിലേക്ക് പോവുകയാണെങ്കിൽ മൂലക്കൽ എന്ന സ്ഥലത്ത് നിന്നും വലത് ഭാഗത്തേക്ക് ഒരു റോഡുണ്ട്. അത് വലത് ഭാഗത്തേക്ക് കയറി അപ്പോൾ തന്നെ ഇടത് ഭാഗത്തേക്ക് ഒരു റോഡുണ്ട്. ആ റോഡിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ അമ്പലത്തിൻ്റെ അവിടെ എത്താം. ചെറിയ റോഡാണ്. അപ്പോൾ ഇന്നൊക്കെ നല്ല തിരക്കാണ്, നല്ല ബ്ലോക്കായിരുന്നു അങ്ങോട്ട് കൊണ്ടുപോകാൻ. ഒരു വണ്ടിക്ക് പോകാനുള്ള വഴിയേ ഉള്ളൂ. അപ്പോൾ ഈ വഴിക്കൊക്കെ പോകുമ്പോൾ ഇവിടെയൊക്കെ ഒന്ന് കയറുക. നമ്മുടെ നാട്ടിൻപുറത്തുള്ള ചെറിയ അമ്പലങ്ങളാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ കട്ട വിരിക്കാൻ, നിലം കട്ട വിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടന്നു വരുന്നുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ പറ്റുന്നവർ കഴിയുന്നവർ ഉദാരമായിട്ട് സംഭാവന ചെയ്യുക. നമുക്ക് ചെറിയ നമ്മളെ അമ്പലങ്ങൾ ഇതേമാതിരി ഒന്ന് നമ്മൾ ഉയർത്തിപ്പിടിച്ച് കൊണ്ടുവരേണ്ടതാണ്. ഇപ്പോൾ വലിയ അമ്പലങ്ങൾക്കൊക്കെ ഇഷ്ടംപോലെ ഫണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ നാട്ടിൻപുറത്തുള്ള ചെറിയ അമ്പലങ്ങളൊക്കെ ജീർണാവസ്ഥയിലേക്ക് കഴിയുകയാണിപ്പോൾ. അപ്പോൾ ഏതായാലും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് എല്ലാ ദിവസവും നിത്യപൂജ ഉള്ള സ്ഥലമാണ്, രാവിലെയും വൈകിട്ടും. അപ്പോൾ അവിടേക്ക് ഒരു ദിവസമെങ്കിലും നമ്മളൊരു സന്ദർശനം നടത്തുക. ഇതിനടുത്ത് തന്നെ കുഞ്ഞിക്കുളങ്ങര ശിവക്ഷേത്രമുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ ഇടുന്നുണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ സാമൂതിരി രാജവക കേരളാധീശ്വരപുരം ശ്രീകൃഷ്ണ ക്ഷേത്രം, തൃക്കോവിൽ തിരുമുറ്റം കല്ലുവിരിക്കൽ. അപ്പോൾ അതിനെ സംഭാവന ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ കഴിയുന്നവരൊക്കെ അതിനൊക്കെ ചെയ്യാം. പിന്നെ അതിന് മുന്നേ തന്നെ ഒരു കുളമുണ്ട്, ഒരു നല്ലൊരു ആൽത്തറയുണ്ട്. അപ്പോൾ ഓക്കെ, വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക് യു.